മുഖം ഇരുണ്ടിരിക്കുന്നവർക്കും മുഖം കരിവാളിച്ചിരിക്കുകയാണ്, മുഖത്ത് ചുളിവുകൾ വരുന്നുണ്ട്, ആകെ മൊത്തം ഡള്ളാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. കാരണം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും സ്കിന്ന് നല്ലൊരു ചുളിവുകളൊക്കെ മാറി നല്ല യങ് ആയിട്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് വേണ്ടൂ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുത്ത് വെച്ചതാണ്. നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേസ്റ്റിൽ കളയാണ് ചെയ്യുന്നത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതേപോലെ പ്രോട്ടീൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസ് ഒക്കെ ഇതിലുണ്ട്. ഒരുപാട് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റൊക്കെ നന്നായിട്ടുണ്ട്. നമ്മളിത് പഴത്തൊലി ജസ്റ്റ് ഫേസിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവും. കാരണം നല്ലൊരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റുള്ള ഒരു സംഭവമാണ് ഈ ഒരു പഴത്തിൻ്റെ തൊലി. അതിൻ്റെ ഒപ്പം ഞാനിവിടെ ചേർത്തത് പാലാണ്. നല്ല തണുത്ത പാലുണ്ടെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വല്ല ഇട്ട് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് അപ്പം തന്നെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കും കേട്ടോ. ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കും. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത്തിരി തണുത്ത സംഭവം ഫേസിലൊക്കെ വാഴുമ്പോണ്ടല്ലോ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ്. മാത്രമല്ല നമ്മൾ തണുപ്പുള്ള സംഭവം ഫേസിലിടുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും കേട്ടോ. പിന്നെ പാല് നമ്മൾ ചേർത്തതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പാല് നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്. സ്കിൻ നന്നായിട്ട് ഡീപ്പ് ക്ലെൻസ് ചെയ്യും. മുഖത്ത് കുരുക്കളൊന്നും വരാതിരിക്കാനും പാല് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുഖത്ത് കുഴികളുള്ള ആൾക്കാരാണ്, മുഖക്കുരു വന്ന് പോയി കഴിയുമ്പോൾ മുഖത്ത് കുഴികളുണ്ടാവില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ആ കുഴികൾക്കുള്ളിലുള്ള ആ ഒരു ഡേർട്ട് കാര്യങ്ങൾ വരെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനായിട്ട് പാല് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ആ ഒരു പാല് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ തൊലിയിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം, പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം, എത്ര പ്രായം എന്നൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. സ്കിന്നിന് യാതൊരുവിധ അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് അലർജിറ്റിക്കാണ്, ചെറിയ കാര്യങ്ങൾക്ക് വരെ അലർജിറ്റിക്കാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് ഉരസി നോക്കുക. എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ കേട്ടോ. അപ്പം ഞാനിതെപ്പോൾ ഈ പറഞ്ഞ പോലെ പഴത്തൊലിയൊക്കെ ഇതേപോലെയുള്ള സമയത്ത് ഞാൻ ചെയ്തതാണ്. പ്രത്യേകിച്ച് നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴത്തിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായിരിക്കും. ആ ഒരു തൊലിയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ, പഴത്തൊലി. അപ്പോൾ ഇതെടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഇതിലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തു നോക്കും. നല്ല രീതിയിൽ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. പിന്നെ നന്നായിട്ട് മസാജ് ചെയ്യുന്നതുകൊണ്ട് മുഖത്തെ ചുളിവുകൾ നന്നായിട്ട് മാറും, നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിന്. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യും. മുഖത്തെ കറുത്ത പാടുകളും ആ ഒരു കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറും. ഇത് മെയിനായിട്ട് നമ്മളിത് റെഗുലറായിട്ട് ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് എടുത്തറിയാൻ പറ്റിയൊരു റിസൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഇപ്പോൾ അൺഈവൻ ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ പല ഭാഗത്തും പല കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഉണ്ടാവില്ല, ചുണ്ടിന് ചുറ്റും ഒരു കറുപ്പുണ്ടാവും, അല്ലെങ്കിൽ നെറ്റിയിൽ ഭയങ്കര കറുപ്പുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന് അടിയിൽ കറുപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കളർ ഡിഫറൻസ് നമ്മുടെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മാറി ഇവൻ ടോണായിട്ടുള്ള സ്കിന്ന് കിട്ടാൻ, പ്രത്യേകിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാനൊക്കെ ഈ ഒരു ഹോം റെമഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് വലിയ ചിലവൊന്നുമില്ല. വീട്ടിലെല്ലാവരുടെ വീട്ടിലും പാലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ പാല്, അതേപോലെ പഴം കഴിച്ചിട്ട് ഇതേപോലെ പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. നല്ല തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു കൂളിംഗ് ആയിരിക്കും ഫേസിൽ ഇത് ഇടുമ്പോൾ തന്നെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിനടിയിലൊക്കെ ചെയ്യാം. കാരണം കണ്ണിനടിയിലെ ആ ഒരു ടയേർഡ്നെസ്സും പഫ്നെസ്സും ആ ഒരു ഡാർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കും. ഫേസിൽ നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാലിൻ്റെയും ആ ഒരു പഴത്തിൻ്റെ ആ ഒരു പഴത്തൊലിയുടെ കണ്ടൻറ്റൊക്കെ നല്ല രീതിയിൽ ഫേസിലോട്ട് അബ്സോർബ് ആവാനായിട്ട് ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്ത് കുറച്ച് ചെറിയ പീസാക്കി ഞാൻ ഒരു പഴത്തൊലിയുടെ പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ എനിക്ക് കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പീസാക്കിയാണ് ഞാൻ മസാജ് ചെയ്തത്. അപ്പോൾ അതാണെങ്കിൽ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ആ പഴത്തിൻ്റെ ആ ഒരു തൊലിയുടെ ആ ഒരു വശത്തുള്ള ആ ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമില്ല. നന്നായിട്ട് മസാജ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ ഫേസിലോട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ ഒരു പാട പോലെ ഇരിക്കും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അടുത്തൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് അങ്ങനെ മാറ്റി എടുത്തിട്ടാണ് ഞാനിങ്ങനെ മസാജ് ചെയ്യുന്നത് കേട്ടോ.
കണ്ടില്ലേ? നമ്മുടെ ഫേസ് എല്ലായിടത്തും ഇതേപോലെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിടം പോലും എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ കണ്ണിനടിയിലും നെറ്റിയിലും കവിളിലും മൂക്കിൻ്റെ സൈഡിലും ചുണ്ടിന് ചുറ്റും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. താടി പിന്നെ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്താണ്. കാരണം ഫേസിൽ മാത്രം ചെയ്യുമ്പോൾ നെക്കിൽ ചെയ്യാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ നെക്കിൽ വലിയ പ്രശ്നമില്ല. എൻ്റെ ഫേസിനെക്കാളും കളറ് എനിക്ക് തോന്നുന്നു കഴുത്തിന് കളറുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നം തോന്നാറില്ല കഴുത്തിൽ ചെയ്തില്ലെങ്കിൽ. പക്ഷെ ചിലവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഫേസിന് നല്ല നിറം ഉണ്ടാവും, കഴുത്ത് നല്ല കരിക്കട്ട പോലെ കറുത്തായിരിക്കും ഇരിക്കണം ചിലപ്പോൾ. പിന്നെ ചെറിയ മടക്ക് പോലെ പാടുകളും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ ചെയ്യുന്ന സ്കിൻ കെയർ അതേപോലെ നിങ്ങളുടെ നെക്കിലും നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളൊരു DIY ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ഫേസ് മാസ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യുകയാണെങ്കിൽ പോലും നെക്കിലും നല്ല രീതിയിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടെങ്കിൽ കഴുത്തിലെ ചുളിവുകൾ മാറും. അതേപോലെ കഴുത്തിലെ ആ ഒരു പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും എല്ലാം നല്ല രീതിയിൽ മാറും. ഫേസും നെക്കും ഒരേപോലെ ഒരു നമുക്ക് സെയിം കളറിൽ അല്ലെങ്കിൽ സെയിം ആയിട്ട് തന്നെ സ്കിൻ ഇരിക്കും കേട്ടോ. ബാക്കി ഇത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാനിങ്ങനെ ഫേസ് മസാജ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ നല്ലൊരു ഷേപ്പ് കിട്ടും. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റേൺ ആവും, ചുളിവുകളൊന്നും വരില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി പാലും ആ പഴത്തിൻ്റെ ഇതും കൂടിയൊക്കെ ഒരു നല്ലൊരു എസൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മതി ഇത് ഡ്രൈ ആവാനായിട്ട്. പ്രത്യേകിച്ച് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. കൂടി വന്ന ഒരു 10 മിനിറ്റ് അത്രയും മതി. അതിനുശേഷം നമുക്ക് ഫേസ് നല്ല പച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാം. നമുക്ക് ഫേസ് വാഷ് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തു. ഇപ്പോൾ സ്കിന്നിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര എനിക്ക് എന്താ പറയുക ഭയങ്കര റിഫ്രഷിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യുന്നുണ്ട്, ഒരു തിളക്കം തോന്നുന്നുണ്ട്. അത്ര തന്നെ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു DIY ആണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.